ഉദ്യോഗസ്ഥർക്ക് വലിയൊരു ജാക്ക്പോട്ട് സമ്മാനിച്ചുകൊണ്ടാണ് മറ്റൊരു പരിഷ്കാരം വന്നിരിക്കുന്നത്. നിലവിൽ മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% വരെ HRA ആനുകൂല്യം ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ ഡ്രാഫ്റ്റ് പ്രകാരം ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ വളർന്നു വരുന്ന നഗരങ്ങളെ കൂടി മെട്രോ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നികുതി ഇളവിൽ വലിയ വർധനവുണ്ടാകും. ഉദാഹരണത്തിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് നോൺ മെട്രോ നഗരങ്ങളിൽ 16,000 രൂപ മാത്രം ഇളവ് ലഭിക്കുമ്പോൾ പുതിയ നിയമപ്രകാരം അത് 20,000 രൂപയായിട്ട് ഉയരും. സോ ഇത് വർഷാവസാനം വലിയൊരു തുക നികുതിയിൽ നിന്ന് ലാഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി രാജ്യത്തെ സാധാരണ കുടുംബങ്ങളുടെ വലിയൊരു സ്വപ്നമായ ആദ്യ വാഹനം വാങ്ങുന്നതിനും സർക്കാർ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ വിലയുള്ള കാറുകൾ ആദ്യമായി വാങ്ങുന്നവർക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ല എന്നതാണ് ഇതിൽ പ്രധാനം. കാർ എന്നത് അത് ഒരു ആഡംബര വസ്തുവല്ല, മറിച്ച് ഒരു അത്യാവശ്യമാണെന്ന മിഡിൽ ക്ലാസ് ചിന്താഗതിയെ സർക്കാർ ഇവിടെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണിത്. ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കും തങ്ങളുടെ ആദ്യത്തെ വാഹനം വലിയ നിയമക്കുരുക്കുകളില്ലാതെ തന്നെ സ്വന്തമാക്കാനായിട്ട് ഈ പുതിയ ഡ്രാഫ്റ്റ് റൂള് വളരെയധികം ഉപകരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ ഇൻകം ടാക്സ് നിയമത്തിൽ ദൃശ്യമാണ്. വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമായിരുന്ന 10 ലക്ഷം രൂപ എന്ന പരിധി ഇപ്പോൾ 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ 20 ലക്ഷം രൂപ വരെയുള്ള ഭൂമി ഇടപാടുകൾക്കോ വീട് വാങ്ങുന്നതിനോ കൂടുതൽ ലളിതമായ നടപടിക്രമങ്ങൾ മതിയാകും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായിട്ട് നടക്കുന്ന സാധാരണക്കാർക്ക് ഡോക്യുമെന്റേഷൻ സംബന്ധിച്ച സമ്മർദ്ദം കുറയ്ക്കാനും ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാനും ഈ ഒരു മാറ്റം സഹായിക്കും. കുറഞ്ഞ വിലയിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ലാഭവും സമയലാഭവും നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഇൻഷുറൻസ് മേഖലയിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായിട്ട് എല്ലാ പോളിസികളും നിർബന്ധമായിട്ടും പാൻ ആധാർ ലിങ്കിങ് നടത്തണമെന്ന നിയമം കർശനമാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു നിബന്ധനയായിട്ട് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു ഗുണം കൂടിയുണ്ട്. തട്ടിപ്പുകൾ തടയാനും ക്ലെയിം സെറ്റിൽമെൻറ്റുകൾ കൂടുതൽ വേഗത്തിലാക്കാനും ഈ ലിങ്കിങ് സഹായിക്കും. ഉപഭോക്താക്കളുടെ തന്നെ ഡാറ്റാ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലൂടെ അർഹമായ ഇൻഷുറൻസ് തുകകൾ യാതൊരു തടസ്സവുമില്ലാതെ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഇൻഷുറൻസ് എടുത്തവർ ഉടൻ തന്നെ തങ്ങളുടെ KYC വിവരങ്ങൾ പുതുക്കേണ്ടത് അനിവാര്യമാണ്. ഇനി കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു വാർത്ത അത് കമ്പനി വാഹനങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി കാർ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് പെർക്യൂസൈറ്റ് വാല്യൂ അടിസ്ഥാനമാക്കിയുള്ള നികുതി ഇളവുകൾ ഇനി മുതൽ വർദ്ധിക്കും. ഇന്ധന വിലയിലും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെലവുകളും ഇപ്പോൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ നികുതി ഭാരം കുറയ്ക്കാൻ ഈ പുതിയ ഡ്രാഫ്റ്റ് സഹായിക്കും. സാധാരണ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നികുതി ഇനത്തിൽ പോകുന്ന തുക ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുവെന്നത് വലിയൊരു നേട്ടം കൂടിയാണ്. ഇപ്പോൾ ഭാവിയിലെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം അത് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനയായിട്ട് ഡിജിറ്റൽ രൂപയ്ക്ക് പുതിയ നിയമത്തിൽ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നുണ്ട്. ഡിജിറ്റൽ കറൻസി ഇടപാടുകൾക്ക് ഔദ്യോഗിക പദവി ലഭിക്കുന്നതോടെ പേപ്പർ രഹിത സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടും. ഇത് ഇടപാടുകളിലെ സുതാര്യത വർദ്ധിപ്പിക്കുകയും കള്ളപ്പണ ഇടപാടുകൾ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് ഒരു വലിയ ചുവടുവയ്പ് കൂടിയാണ് ഇത്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യം ആധുനിക സാമ്പത്തിക ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന ഈ പുതിയ ഇൻകം ടാക്സ് ഡ്രാഫ്റ്റ് നിയമങ്ങൾ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാകാതെ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സങ്കീർണമായ നികുതി നടപടികൾ ലളിതമാക്കുന്നതിലൂടെ ആളുകൾക്ക് നികുതി കൃത്യമായിട്ട് അടയ്ക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ വർധനമുണ്ടാക്കാനും അതായത് ഹയർ ടേക്ക് ഹോം സാലറിക്കായിട്ടും അനാവശ്യമായ പേപ്പർ വർക്കുകളിൽ നിന്ന് മുക്തി നേടാനും ഈ പ്രധാനപ്പെട്ട 8 പരിഷ്കാരങ്ങൾ സഹായകരമാകും. സാമ്പത്തിക സുതാര്യതയും ഡിജിറ്റൽ വിപ്ലവവും ലക്ഷ്യമിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ അത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.